അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. ബഹുമാന്യ സുഹൃത്തുക്കളെ, നാം ഈ വിശുദ്ധ റമളാനിൽ മരണം, മരണാനന്തര ജീവിതം ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ എങ്ങനെയാണ് ഉൾക്കൊള്ളേണ്ടത്, അതിൽ എന്തൊക്കെയാണ് നാം പഠിക്കേണ്ടത്, മര്യാദകളും ശ്രദ്ധിക്കേണ്ടുന്ന ഇസ്ലാമിക നിയമങ്ങളും ചർച്ച ചെയ്യാൻ തുടങ്ങുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു സംരംഭത്തോടൊപ്പം അവസാനം വരെ നിലനിൽക്കാനും എല്ലാം ഹക്കായ രൂപത്തിൽ മനസ്സിലാക്കാനും നമുക്ക് റബ്ബ് തൗഫീഖ് നൽകുമാറാകട്ടെ. ആദ്യമായി നമ്മുടെ ഈ ഒരു വിഷയത്തിലേക്ക് നാം പ്രവേശിക്കുന്ന സമയത്ത് രോഗത്തെ സംബന്ധിച്ചാണല്ലോ നാം അറിയേണ്ടത്. ഒരാൾ മരിക്കുന്നത് രോഗത്തിലൂടെയായിരിക്കാം, രോഗമില്ലാതെയായിരിക്കാം. എങ്കിലും സ്വാഭാവികമായി നാം പറയാറുള്ളത്, ഒരു സ്വാഭാവിക മരണം എന്ന് നാം പറയാറുള്ള ഒരു മരണം രോഗത്തോട് അല്ലെങ്കിൽ വാർദ്ധക്യ സഹജമായ പ്രവർത്തനങ്ങളോട് അല്ലെങ്കിൽ വാർദ്ധക്യ സഹജമായ പ്രശ്നങ്ങളോട് അനുബന്ധിച്ചുള്ളതാണ്. അതുകൊണ്ട് തന്നെ മുസ്ലിം പണ്ഡിതന്മാരെല്ലാം മരണത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യുമ്പോൾ, ആ വിഷയത്തിലുള്ള ഹദീസുകൾ ക്രോഡീകരിക്കുമ്പോൾ, കർമ്മശാസ്ത്ര വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ മരണത്തിന് മുമ്പായി രോഗത്തെപ്പറ്റി, വാർദ്ധക്യ സഹജമായ പ്രശ്നങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നത് കാണാൻ കഴിയും. അടിസ്ഥാനപരമായി നാം ഉൾക്കൊള്ളേണ്ട ഒരു കാര്യം, രോഗം എന്നത് ഒരു പരീക്ഷണമാണ്. ആരോഗ്യം ഒരു പരീക്ഷണമായതുപോലെ തന്നെ ആരോഗ്യം പരീക്ഷണമാണെന്ന് പലപ്പോഴും നാം അറിയുന്നില്ല. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ എന്തൊക്കെയുണ്ടോ ആ അനുഗ്രഹങ്ങൾ നൽകുന്നതും അത് തിരിച്ചെടുക്കുന്നതും പരീക്ഷണമാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ടതുണ്ട്. അതാണ് ഒന്നാമതായി ഈ രംഗത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ആരോഗ്യത്തിന് നന്ദി കാണിച്ചുകൊണ്ടും ആരോഗ്യം ക്ഷയിക്കുന്ന സമയത്ത്, രോഗങ്ങൾ കടന്നു വരുന്ന സമയത്ത് സഹനവും പ്രതിഫലം കാംക്ഷിച്ചും നമ്മൾ അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ യഥാർത്ഥ അടിമകളായി നന്ദി കാണിക്കുന്നവരായി മാറുക എന്നതാണ് ഏറ്റവും പ്രാധാന്യമുള്ള ഒരു കാര്യം. മാത്രമല്ല, നമുക്ക് ഒരു രോഗമുണ്ട് എന്ന് നാം അറിയുമ്പോൾ രോഗത്തിൻ്റേതായ പ്രയാസങ്ങൾ നമ്മൾ ജീവിതത്തിൽ അനുഭവിക്കുമ്പോൾ, പ്രത്യേകിച്ച് നമ്മൾ വല്ല റിസൾട്ടുകളും കയ്യിൽ കിട്ടുന്ന സമയത്ത് ഇന്ന രോഗമാണ് എനിക്കുള്ളത് എന്ന് മനസ്സിലാകുമ്പോൾ ആദ്യം നാം ചെയ്യേണ്ടത്, മറ്റുള്ളവൻ്റെ അസുഖം കേൾക്കുമ്പോൾ ഒന്നാമത് നാം ചെയ്യേണ്ടത് ഇസ്തിർജാ എന്ന് പറയുന്ന ഒരു പ്രവർത്തനമാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. യഥാർത്ഥ മുഅ്മിനുകളുടെ സ്വഭാവമായി വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നതാണല്ലോ അത്. ഇന്നാ ലില്ലാഹ് വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന ആ ഒരു വാക്ക്. അതോടൊപ്പം തന്നെ എത്ര ഗൗരവമുള്ള ഒരു രോഗമാണ് എൻ്റേത് എന്ന് ഞാൻ തിരിച്ചറിയുമ്പോഴും, എൻ്റെ വേണ്ടപ്പെട്ടവൻ്റെ രോഗം ഒരൽപ്പം കഠിനമാണ് എന്ന എനിക്ക് തിരിച്ചറിവുണ്ടാകുമ്പോഴും നമ്മൾ ആഗ്രഹിക്കേണ്ടത്, നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് തന്നത് മിക്കവാറും ഒരു നന്മക്കായിരിക്കാം എന്ന ഒരു ചിന്ത, ഒരു നല്ല ബോധമാണ് എന്നെ പരീക്ഷിക്കാൻ, എനിക്ക് കൂടുതൽ പ്രതിഫലം നൽകാൻ, എൻ്റെ തിന്മകൾ ഇല്ലായ്മ ചെയ്യാൻ, ഇതിനൊക്കെയായിരിക്കാം എൻ്റെ റബ്ബ് ഇതെനിക്ക് നൽകിയത് എന്ന ഒരു ചിന്ത നമ്മെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, മാ മിൻ മുസ്ലിം യുസീബുഹു അദൻ മറളുൻ ഫമാ സിവാഹു. ഒരു മുസ്ലിമിന് അനുഭവിക്കുന്ന രോഗമാകട്ടെ, മറ്റുള്ള ബുദ്ധിമുട്ടുകളാകട്ടെ, അതൊക്കെ ഇല്ല ഹത്തല്ലാഹു ലഹു സയ്യിആതി, അള്ളാഹു അതിലൂടെ അവൻ്റെ തിന്മകൾ ഒഴിവാക്കി കൊടുക്കും. കമാ തഹത്തു ഷജറതു വറഖഹ. ഒരു മരം ഇല പൊഴിക്കുന്ന സമയത്ത് നമുക്കൊക്കെ അറിയാമല്ലോ, ചില കാലങ്ങളിൽ മരങ്ങൾ ഇല പൊഴിക്കുന്നത്. ഇതേപോലെ മനുഷ്യൻ്റെ ശരീരത്തിൽ, മനുഷ്യൻ്റെ മനസ്സിൽ പറ്റിക്കൂടിയിട്ടുള്ള തിന്മകൾ കൊഴിഞ്ഞു വീഴുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എത്ര വലിയ രോഗമാണെങ്കിലും ഒരുപക്ഷെ ഇതെൻ്റെ നന്മക്കായിരിക്കാം എന്ന ചിന്തയാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ്റെ കുടുംബത്തിൽപ്പെട്ട
ഒരു സ്ത്രീ രോഗിയാണ് എന്നറിഞ്ഞപ്പോൾ സന്ദർശിച്ചപ്പോൾ അവരിങ്ങനെ വിറക്കുന്നുണ്ട്, പനി കടുത്തിട്ട് വിറക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, യാ ഉമ്മൽ ഫളൽ യാ ഉമ്മസ്സായിബ് തുസഫ്സഫീൻ, എന്താ ഇങ്ങനെ വിറക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, എന്താ ചെയ്യുക, പനിയല്ലേ, പനിച്ചിട്ട് വിറക്കുകയാണ് റസൂലേ എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ പറഞ്ഞ ആ ഒരു വാക്ക് കുറച്ച് മോശമായ ഒരു വാക്കായിപ്പോയി. അവർ പറഞ്ഞത് അൽ ഹുമ്മ ലാ ബാറക്കല്ലാഹു ഫീഹാ, പനിയാണ്, ഒരു ബറക്കത്തും ഇല്ലാത്തൊരു സാധനം. അതാണ് അവരുടെ സംസാരത്തിൻ്റെ ഒരു ശൈലി. അപ്പോൾ അങ്ങനെ പറയരുത്. പനി പിടിച്ച് വിറക്കുന്ന ഒരു മനുഷ്യൻ, നമ്മൾ സാധാരണ പറയുമല്ലോ, പല്ല് കടച്ചിലാണെങ്കിലും അതേപോലെ തന്നെ മറ്റ് രോഗങ്ങളാണെങ്കിലും ഒരു അടക്കിയ സാധനം, ഭണ്ഡാരടക്കിയത് എന്നൊക്കെ നമ്മൾ പറയലുണ്ടല്ലോ, അതൊരിക്കലും നമ്മൾ പറയാൻ പാടില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു വാക്ക്. അങ്ങനെ തന്നെ ലാ തസുബ്ബിൽ ഹുമ്മ, ആ രോഗത്തെ നീ ശപിക്കരുത്. ഫഇന്നഹാ തുദ്ഹിബു ഖതായ ബനി ആദം കമാ യുദ്ഹിബുൽ കീറു ഖബസൽ ഹദീദ്. ആലയിൽ ഉഴയിൽ പഴയ ഇരുമ്പ് വെച്ച് നന്നായി ചൂടാക്കുമ്പോൾ അത് ചുട്ട് പഴുത്ത് അതിൽ നിന്ന് വേസ്റ്റുകൾ പോകുന്നത് പോലെ, തുരുമ്പുകൾ പോകുന്നത് പോലെ, നല്ല ഇരുമ്പ് മാത്രമായി അവശേഷിക്കുന്നത് പോലെ ഒരു മനുഷ്യൻ്റെ തിന്മകളിൽ നിന്ന് രോഗം മനുഷ്യനെ നന്നാക്കിയെടുക്കും, രോഗം മനുഷ്യനെ ശുദ്ധമാക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് രോഗങ്ങൾക്കുള്ള ചില നന്മകളാണ് ഈ പറഞ്ഞത്. ആ നന്മകൾ കിട്ടണമെന്ന് നമ്മൾ ആഗ്രഹിക്കണം. അതോടൊപ്പം ഇത് ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്യുന്നതിന് അള്ളാഹു പ്രത്യേകമായി പ്രതിഫലം ലഭിക്കും എന്നും നാം ആഗ്രഹിക്കുകയും അത് അള്ളാഹുവിൽ നിന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ അള്ളാഹുവിനെ പറ്റി വളരെ നല്ല വിചാരമായിരിക്കണം ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. രോഗം 60-ാം വയസ്സിലാണ്, 50-ാം വയസ്സിലാണ്, അതല്ലെങ്കിൽ നമുക്ക് എത്ര പ്രായമാണോ ആ പ്രായത്തിൽ നമുക്ക് വരുമ്പോൾ അതിനു മുമ്പുള്ള നല്ല ആരോഗ്യപൂർണമായ ഒരു ജീവിതം റബ്ബ് നൽകിയില്ലേ? 40 വയസ്സ് വരെ, 50 വയസ്സ് വരെ, 60 വയസ്സ് വരെ നമ്മുടെ മനസ്സാഗ്രഹിക്കുന്നിടത്ത് കയ്യും കാലും എത്തുന്ന ഒരു പ്രായം നമുക്ക് റബ്ബ് നൽകിയല്ലോ. അതിനെപ്പറ്റി നമ്മൾ എന്താ ആലോചിക്കാത്തത്? ആ ഒരു ആലോചന നമുക്ക് തീർച്ചയായും ഉണ്ടാകേണ്ടതായിരുന്നല്ലോ. അതേപോലെ തന്നെ ഈ ഒരു ആയുസ്സിൽ വിശ്വാസി എന്ന നിലയിൽ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കേണ്ടത്, എനിക്ക് അള്ളാഹു ഒരു മുഅ്മിനാകാനുള്ള അവസരം നൽകിയല്ലോ. കഴിഞ്ഞ ആരോഗ്യത്തോടുകൂടി ജീവിക്കുന്ന സമയത്ത് ബുദ്ധിയും വിവേകവും ഒക്കെ ഉപയോഗപ്പെടുത്താനും റബ്ബിനെ കണ്ടെത്താനും റബ്ബിന് കീഴ്പ്പെട്ടുകൊണ്ട് ജീവിക്കാനുമുള്ളൊരവസരം എനിക്ക് അള്ളാഹു നൽകിയില്ലേ? അതേപോലെ തന്നെ നന്മകൾ ഒരുപാട് ചെയ്യാനുള്ള അവസരം നൽകിയല്ലോ റബ്ബ്. നമസ്കരിക്കാൻ, നോമ്പെടുക്കാൻ, മറ്റ് സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യാൻ ഒരുപാട് അവസരങ്ങൾ നൽകി. ഇത് മാത്രമല്ല, ശാരീരികമായൊരു ക്ഷീണം വന്നപ്പോൾ നോക്കാൻ മക്കളുണ്ട്, ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്, തുടങ്ങി ഒരുപാട് ആളുകൾ. ഇതൊക്കെ എനിക്ക് എൻ്റെ റബ്ബ് നൽകിയതാണല്ലോ. ഞാനൊരു ഭാഗത്ത് കിടക്കേണ്ട അവസ്ഥയിൽ എത്തുകയാണ് എങ്കിലും എനിക്ക് സ്വന്തമായി നോക്കിയിരുന്നിടത്ത് നിന്ന് നാളെ മുതൽ എന്നെ നോക്കാൻ, എഴുന്നേൽപ്പിക്കാൻ, നിവർത്താൻ, എൻ്റെ കാര്യങ്ങൾ ചെയ്തു തരാൻ നല്ലൊരു കുടുംബത്തെ എനിക്ക് നൽകിയിട്ടുണ്ടല്ലോ. ഇങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ ആ സന്ദർഭത്തിൽ ഓർക്കാൻ കഴിയുമെന്നോ, അല്ലേ? ഇസ്തിഗ്ഫാറും തൗബയുമൊക്കെ ചെയ്യാനുള്ളൊരു അവസരം കൂടിയാണല്ലോ രോഗം എന്നൊക്കെ പറഞ്ഞാൽ. നല്ല റിസൾട്ട് വന്നപ്പോൾ വലിയ ഒരു രോഗമാണ് എന്ന് സ്ഥിരീകരിച്ച് കഴിയുമ്പോൾ ഇപ്പോൾ അറിഞ്ഞത് അൽഹംദുലില്ലാ എന്ന് ആ അർത്ഥത്തിൽ പറയാൻ കഴിയണ്ടേ? രോഗം എനിക്ക് പ്രയാസമാണ് എങ്കിലും ഇതൊന്ന് മുൻകൂട്ടി അറിഞ്ഞതുകൊണ്ട് തൗബ ചെയ്ത് ഇസ്തിഗ്ഫാർ ചെയ്ത് ബാധ്യതകൾ വല്ലതുമുണ്ട് എങ്കിൽ അതൊക്കെ വീട്ടി എനിക്ക് റബ്ബിനെ കണ്ടുമുട്ടാനുള്ള ഒരു അവസരമാണല്ലോ ഇത് മുൻകൂട്ടി അറിഞ്ഞത്. ഈ ഒരു ചിന്ത എന്തുകൊണ്ട് നമുക്ക് വരുന്നില്ല? അത് വരണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതാണ് റബ്ബിനെ പറ്റി നല്ല ചിന്തകൾ ഉണ്ടാകണം എന്ന ഒരവസ്ഥ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതേപോലെ തന്നെ നമുക്ക് വന്ന വീഴ്ചകളൊക്കെ വീണ്ടെടുക്കാനുള്ള ഒരവസരം കൂടിയാണ് എന്ന് നമുക്ക് മനസ്സിലാകണം. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രോഗാവസ്ഥയിൽ എങ്ങനെയായിരിക്കണം, പ്രത്യേകിച്ച് മരണമൊക്കെ പ്രതീക്ഷിക്കുന്ന ഒരു രോഗത്തിൻ്റെ അവസ്ഥയിലും വാർദ്ധക്യത്തിൻ്റെ അവസ്ഥയിലും ഒരു മനുഷ്യൻ എങ്ങനെയായിരിക്കണമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. രണ്ടവസ്ഥ ഒരാളുടെ മനസ്സിൽ ആ സമയത്തുണ്ടാകണമെന്ന ഖൗഫും റജാവും, ഭയവും റബ്ബിനെ പറ്റിയുള്ള പേടിയും, അതോടൊപ്പം
റബ്ബ് സുബ്ഹാനഹു വ തആലയിലുള്ള അങ്ങേയറ്റത്തെ പ്രതീക്ഷയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു ചെറുപ്പക്കാരൻ നല്ല എന്തോ രോഗമാണ്, ആ രോഗത്തിൽ പ്രവാചകൻ അദ്ദേഹത്തെ സന്ദർശിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രോഗിയെ സന്ദർശിക്കാറുണ്ടായിരുന്നു, തൻ്റെ സ്വഹാബത്ത് രോഗിയായിട്ടുണ്ടെങ്കിൽ സന്ദർശിക്കാറുണ്ടായിരുന്നു. വീട്ടിൽ പോയി എത്ര വലിയ നേതാക്കളാണെങ്കിലും അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യണം. അങ്ങനെ പ്രവാചകൻ ആ മനുഷ്യനോട് ചോദിക്കുകയാണ്, ആ യുവാവിനോട് ചോദിക്കുകയാണ്, കൈഫ തജുദുക്, എങ്ങനെയുണ്ട് ഇപ്പോൾ അവസ്ഥ, എന്തൊക്കെയുണ്ട്? അദ്ദേഹം മറുപടി പറയുന്നത്, ഇന്നി അർജുല്ലാഹ് യാ റസൂലല്ലാ, അള്ളാഹുവിനെ പറ്റി എനിക്ക് വലിയ പ്രതീക്ഷയുണ്ട്. അതോടൊപ്പം വ ഇന്നി അഹാഫു ദുനൂബി, ഞാനൊരു ചെറുപ്പക്കാരനാണല്ലോ, ജീവിതത്തിൽ കുറേ തെറ്റുകളൊക്കെ സംഭവിച്ചിട്ടുണ്ട്, അതെനിക്ക് പേടിയുമുണ്ട്. അതോടൊപ്പം ഞാൻ കുറേ നന്മകൾ ചെയ്തിട്ടുണ്ട്, റബ്ബ് എനിക്ക് പുറത്തു തരും, നന്മകൾ റബ്ബ് സ്വീകരിക്കും എന്ന നല്ലൊരു പ്രതീക്ഷയും എനിക്കുണ്ട് എന്ന് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യജ്തമിആനി ഫീ ഖൽബി അബ്ദിൻ ഫീ മിസ്ലി ഹാദൽ മൗത്തിൻ, ഇതുപോലുള്ള ഒരു സന്ദർഭത്തിൽ ഒരു മനുഷ്യനിൽ, അഥവാ മരണത്തോട് അടുക്കുന്ന, മരണത്തെ പ്രതീക്ഷിക്കുന്ന ഒരു സമയത്ത് ഈ രണ്ട് വികാരങ്ങളും ഒരു മനുഷ്യൻ്റെ മനസ്സിൽ പരസ്പരം മാറി വരുന്നുണ്ട് എങ്കിൽ അവൻ പേടിക്കുന്നതിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് ആശ്വാസം നൽകും, നിർഭയത്വം നൽകും. ഇല്ല അമ്മനഹു, അള്ളാഹു അവന് ഇല്ല അഅതാഹുല്ലാഹു മാ യർജു വ അമ്മനഹു മിമ്മാ യഖാഫ്, അവൻ പേടിക്കുന്നതിൽ നിന്ന് നിർഭയത്വവും പ്രതീക്ഷിക്കുന്നത് അവന് നൽകുകയും ചെയ്യുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് രോഗം കഠിനമായാൽ പോലും നമ്മൾ മരണത്തെ ആഗ്രഹിക്കരുത് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. രോഗം കഠിനമായാലും മരണത്തെ ആഗ്രഹിക്കരുത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ എളാപ്പ അബ്ബാസ് റളിയല്ലാഹു അൻഹു രോഗിയായി കിടക്കുന്ന സമയത്ത് ചെന്ന് സന്ദർശിച്ചു. എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ ചോദിച്ചറിഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹം മരണം ആഗ്രഹിക്കുന്നുണ്ട്, വേദന ഒരൽപ്പം കഠിനമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരിക്കലും ലാ തതമന്ന, നീ മരണം ആഗ്രഹിക്കരുത്. അൽ മൗത്ത്, ലാ തതമന്നൽ മൗത്ത്, മരണം ആഗ്രഹിക്കരുത്. കാരണം ഒരൽപ്പം കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ആയുസ് ദീർഘിപ്പിച്ച് നൽകുകയാണ് എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വന്ന അബദ്ധങ്ങളും പാപങ്ങളുമൊക്കെ മാറ്റാനുള്ള ഒരവസരമാകുമല്ലോ. ജീവിതത്തെപ്പറ്റി ഒരു ഉൾക്കാഴ്ചയുണ്ടായി മാറ്റാനുള്ള ഒരവസരമാണ്. അതുമാത്രമല്ല, വ ഇൻ കുന്ത മുസീഅൻ, നിങ്ങൾ തിന്മ ചെയ്ത ആളാണ് എങ്കിൽ ഇങ്ങനെ ഒരു മാറ്റാനുള്ള അവസരമുണ്ട് എങ്കിൽ, നിങ്ങൾ നന്മ ചെയ്യാനുള്ള അവസരം നിങ്ങൾക്ക് വീണ്ടും ലഭിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നന്മ നിങ്ങൾക്ക് കൂട്ടുകയും ചെയ്യാമല്ലോ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് എത്ര പ്രയാസം അനുഭവിക്കുന്നുണ്ടെങ്കിലും ഒന്ന് മരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു എന്ന് ആഗ്രഹിക്കാൻ പാടില്ല എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇനി ഒരു നിലക്കും മുന്നോട്ട് പോകില്ല എന്ന്, വേദനയിൽ നിന്ന് വേദനയിലേക്ക് കടന്ന് ഇനി ഇങ്ങോട്ടില്ല എന്ന ഒരവസ്ഥ ഭൗതികമായി നമുക്ക് ഫീൽ ചെയ്യുന്ന ആ ഒരു സമയത്ത് പോലും മരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു എന്ന് ആഗ്രഹിക്കരുത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അവസാനം നിനക്ക് യാതൊരു വഴിയുമില്ലാത്ത ഒരു ഘട്ടം വരികയാണ് എങ്കിൽ നീ ഇങ്ങനെ പറയുക, അല്ലാഹുമ്മ ഇൻ കാനത്തിൽ ഹയാത്തു ഖൈറൻ ലി, എനിക്ക് ഖൈറായിട്ടുള്ളത് ജീവിതമാണ് എങ്കിൽ ഫ അഹീനി, റബ്ബെ എന്നെ ആഫിയത്തോടു കൂടി ജീവിപ്പിക്കണമേ, സൗഖ്യത്തോടു കൂടി ജീവിപ്പിക്കണമേ. വ ഇൻ കാനത്തിൽ മമാത്തു ഖൈറൻ ലി, എനിക്കതല്ല മരണമാണ് നന്മ എങ്കിൽ എനിക്ക് നല്ല രൂപത്തിൽ മരിക്കാനുള്ള അവസരം നൽകണേ എന്ന് പറയണമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഇത്രയും കാര്യങ്ങൾ ഒന്നാമത്തെ ഒരു ദർസ് എന്ന നിലയിൽ നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ ജീവിതത്തിൽ പകർത്തുക, പഠിക്കുക, മറ്റുള്ളവരെ ഉപദേശിക്കുക. റബ്ബ് അനുഗ്രഹിക്കും. അസ്സലാമു അലൈക്കും.